ഇപ്പോൾ റിട്ടയർഡ് SP സുഭാഷ് ബാബു ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഈ ധർമ്മസ്ഥലയിലെ ഈ വെളിപ്പെടുത്തൽ, ആ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ കേൾക്കുന്നത് ഏതൊരാൾക്കും ഞെട്ടലോടെ അല്ലാതെ ഇത് കേൾക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സ്ഥലം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. ഇന്നിപ്പോൾ ഇതായി തിരച്ചിലിനിടയിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ പറഞ്ഞതെല്ലാം അതൊരു സത്യമായ കാര്യമാണ് എന്ന് കൂടുതൽ തെളിയുകയല്ലേ ഇപ്പോൾ? അതെ, അദ്ദേഹം പറഞ്ഞത് സത്യമായി കൂടാതിരിക്കാൻ വഴിയില്ലെന്നാണ് എന്റെയും ധാരണ. അങ്ങനെ തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം മുമ്പ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവിടുത്തെ തൊഴിൽ ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്ത് പയന്ന് താമസിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഉൾവിളിയുടെ പശ്ചാത്തലത്തിൽ ഇത് പരസ്യമായി പറയുകയും അത് ഇന്ന ഇന്ന സ്ഥലങ്ങളിലാണെന്ന് ഞാൻ കാണിച്ചു തരാം, അതിൽ ബന്ധപ്പെട്ട ആളുകളെയും കാണിച്ചു തരാം, അതായത് ഇവരെ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചതും അവരെ കൊലപാതകം നടത്തിയോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തികളെ കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ അത് അസാധാരണ സംഭവമാണ്. അങ്ങനെയുള്ള അസാധാരണ സംഭവങ്ങളൊന്നും വെറുതെ ഇപ്പം മാനസിക അസ്വാസ്ഥ്യമൊന്നും ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ പറയില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതിന്റെ പശ്ചാത്തലം അത് ശരിയാകാനേ വഴിയുള്ളൂ. പക്ഷെ ഇത്ര വർഷം മുമ്പുകൾ കുഴിച്ചിട്ട സ്ഥലങ്ങളൊക്കെ ഇപ്പൊ അവിടെ കാട് കയറി മറ്റു രീതി കിടക്കുമ്പോൾ ഏത് സ്ഥലമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പല സ്ഥലങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെ 5ഓളം സ്ഥലങ്ങൾ നോക്കിയിട്ട് കിട്ടില്ല. 6ാമത്തെ സ്ഥലത്ത് നിന്ന് അസ്ഥികൂടം കിട്ടിയിട്ടുണ്ട്. അതിനി പരിശോധിച്ച് നോക്കിയിട്ട് ആണിന്റെയോ പെണ്ണിന്റെയോ മനുഷ്യന്റേതോ ആണിന്റെയോ പെണ്ണിന്റെയോ ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോ പരാതിയുമായിട്ട് വന്നിരിക്കുന്ന വ്യക്തികളുടെ സാധിക്കുമെങ്കിൽ DNA പരിശോധിച്ച് നോക്കിയതിന് ശേഷം ആളെ തിരിച്ചറിയാൻ പറ്റും. ആളെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതൊരു ക്രിമിനൽ കേസിലേക്ക് പോവുള്ളൂ. അതുവരെ ഇപ്പൊ പ്രാഥമികമായിട്ടുള്ള തിരിച്ചറിയൽ സംവിധാനങ്ങളിലേക്കുള്ള അന്വേഷണങ്ങൾ മാത്രമാണ് പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗൗരവതരമായ ക്രിമിനൽ കേസിലേക്ക് പോവുള്ളൂ. ഇത് പ്രാഥമികമായിട്ട് ഒരു സ്കെലിറ്റൻ കിട്ടി അൺനാച്ചുറൽ ഡെത്ത് അല്ലെങ്കിൽ പിന്നെ അസാധാരണ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അത് കഴിഞ്ഞിട്ട് അതാണ് പോലീസിന് ശ്രമകരമായിട്ടുള്ളതാണോ. അങ്ങനെ കിട്ടിയാൽ കേസ് മുന്നോട്ട് പോകാം ഒരു പരിധി വരെ. അല്ലെങ്കിൽ ഇതേമാതിരിയൊക്കെ കുറെ എല്ലുകൾ കണ്ടുപിടിച്ചതിന് ശേഷം DNA വഴി ആരെങ്കിലും തിരിച്ചറിയാൻ കഴിയില്ല, അതായത് മരണപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം അവിടെ ഗതിമുട്ടി നിൽക്കും എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇത് നല്ല കാര്യം തന്നെ. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നുള്ളതിന്റെ തെളിവായിട്ട് ഇങ്ങനെ ഒരു കുറെ അസ്ഥികൂടം കിട്ടി. ആ അസ്ഥികൂടം കിട്ടിയതോടുകൂടിയിട്ട് ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് താല്പര്യത്തോടുകൂടി അന്വേഷിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മനോവീര്യത്തോടു കൂടിയിട്ട് അവരുടെ ഈ പ്രക്ഷോഭങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പോലീസിന്റെ സഹായകമായ സാഹചര്യങ്ങൾക്കോ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യമുള്ളത്, ഇതിപ്പോ 1998-നും 2014-നും ഇടയിലാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നത്, മൃതദേഹങ്ങൾ സംസ്കരിച്ചത് എന്നൊക്കെയാണ് ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലത്തിന് ശേഷമുള്ള ഈ നിർണായകമായ വെളിപ്പെടുത്തൽ, അത് മാത്രമല്ല ഇപ്പോൾ കുറെ ആളുകൾ തങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണുവാനില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നുമുണ്ട്. ഇത് ഈ കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലും ഒരു ദുരൂഹതയ്ക്കുള്ളൊരു വകയുണ്ടോ? കാരണം ഒരു ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണ് എന്ന് പറയുമ്പോഴും ഇനി ഇതിൽ കൂടുതൽ ആളുകൾ, ഈ പറഞ്ഞതിലും കൂടുതൽ ആളുകളുടെ മൃതദേഹങ്ങൾ മറ്റെവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നോക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ? അതെ, ഇതിപ്പോ വെറുതെ നമുക്കിപ്പം ഇത് നമ്മള് ചേനയെ ചെയ്യുമ്പോ കാച്ചിലൊന്നും പിന്നെ കുഴിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇതില് ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഞാൻ ഇന്നടത്ത് ഇന്നൊരു ശവശരീരം ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ മാത്രം ചെയ്തിട്ട് ആ ഒരു ശവശരീരത്തിന് വേണ്ടി ചെയ്യുക. അത് അദ്ദേഹത്തിന് ഏതാളുടേതാണെന്ന് ഏകദേശം അദ്ദേഹത്തിന് അന്ന് ചെയ്യുന്ന സമയത്ത് ഐഡന്റിറ്റി അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി വെച്ചിട്ട് ഈ ഇവരുടെ ബന്ധുക്കളെയോ ആരെങ്കിലും കണ്ടുപിടിക്കാൻ അവര് അല്ലെങ്കിൽ അത് അന്വേഷിച്ച് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് ഞങ്ങളുടെ ആ ബന്ധുവാണ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അവരുടെ ഈ ബന്ധുക്കളാണെന്ന് പറഞ്ഞ ആളുകളുടെ DNA ആയിട്ട് ഇതിനകത്തൊന്ന് പരിശോധിക്കാനുള്ള ഏതെങ്കിലും അവസരം കിട്ടുകയാണ്. എല്ലൊക്കെ ഉള്ളതുകൊണ്ട് സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടുത്തെ ഭൂപ്രകൃതിയും ഈ ഇവിടുള്ള പിന്നെ ഇതിന്റെ പിന്നെ DK ഒക്കെ കണക്കിലേക്ക് എടുത്തതിന് ശേഷം മാത്രമേ എന്തെങ്കിലും നമുക്കൊരു ശാസ്ത്രീയ പരിശോധനയെന്നൊരു റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും അതില് ഈ കുറെ ആളുകളുടെ, അതായത് ബന്ധുക്കളെ കാണുന്നില്ല എന്ന് പറഞ്ഞ കുറെ ആളുകളുടെ DNA എടുത്ത് ഇതിനകത്ത് ഒന്നിൽ കൂടുതലോ അല്ലെ നിരവധിയോ അതിനകത്ത് പരിശോധന നടത്തിയിട്ട് ആരുടെ ആണെങ്കിലും കണ്ടുപിടിച്ചതിന് ശേഷം മരിച്ച ആളെ കണ്ടുപിടിച്ചു. ഇനി മരിച്ച സാഹചര്യങ്ങൾ പിന്നീടല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട്
ആ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനേ പോലീസിന് കഴിയുള്ളൂ. പോലീസിന് എന്തായാലും ശരി, അത് വലിയ വെല്ലുവിളിയാണ്. ഈ അന്വേഷണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫോറൻസിക്കിനും അതുപോലെ തന്നെ ഇവരുടെ മറ്റ് ശാസ്ത്രീയ പരിശോധനകൾക്കൊക്കെ നല്ല വെല്ലുവിളിയായിരിക്കും. അത് സമാനതകളില്ലാത്ത രീതിയിൽ ഒരു അന്വേഷണ എന്ന് പറഞ്ഞത് ഒരു വ്യഗ്രതയും അതിനോടൊപ്പം തന്നെ ഒരു കഠിനമായ യത്നവും അതിനകത്തിലുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.